ആലപ്പുഴ ചേർത്തലയിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയിലേക്ക് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ചു കയറി അപകടം. 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. അപകടങ്ങൾ പതിവായിട്ടും കരാർ കമ്പനികൾ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്ററോളം തെക്ക് മാറി ഹൈവേ പാലത്തിൽ രാവിലെ 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തോടനുബന്ധിച്ച് റോഡിൻ്റെ ഡൈവേർഷനൊക്കെ നടത്തുന്നത് അശാസ്ത്രീയമായിട്ടാണ്. ശരിക്കും ഇത് 2 സൈഡിലായിട്ട് വിടേണ്ടതാണ്. അതുമല്ല, ഒരു കഷ്ടിച്ചൊരു 10 മീറ്റർ അകലത്തിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ സുരക്ഷതയൊന്നും പരിഗണിക്കാതെയുള്ള ഒരു രീതിയിലാണ് ഇവർ നിർമ്മാണം നടത്തുന്നത്. എങ്ങനെയും നിർമ്മാണം നടത്തി പോകുക എന്നുള്ളതാണ്. എറണാകുളം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ് മേൽപ്പാലം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തതും വെളിച്ചക്കുറവുമാണ് അപകട കാരണമെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. പുതിയതായിട്ട് നിർമ്മിക്കുന്ന ദേശീയപാതയിൽ വെളിച്ചമില്ല. ഡ്രൈവർമാർക്ക് വെളിച്ചമില്ലാത്തത് കൊണ്ട് ദൂരെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒത്തിരി അപകട മരണങ്ങൾ ഉണ്ടാകുന്നു. അപകടത്തിൽ 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 9 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിശദീകരണം. റോഡ് സിഗ്നലൊന്നും കറക്റ്റ് അല്ല. അത് വഴിയില്ലാത്ത ഡ്രൈവർമാർ വന്നു കഴിഞ്ഞാൽ അപകടം മിക്കവാറും ഉണ്ടാകാറുണ്ട്. ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏറ്റവും കുറഞ്ഞത് 50 പേരെങ്കിലും വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണവും മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിൻ്റെ പ്രധാന കാരണം. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.